ഹലോ, സിന്ധു ഭൈരവിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ലൈക്ക് ചെയ്യണേ. അപ്പോൾ സിന്ധുവിൻ്റെ ഭൈരവിയുടെയും വീട്ടിലേക്ക് വിരുന്നിന് പോകാൻ വേണ്ടിയിട്ട് അവരുടെ അച്ഛൻ വന്ന് വിളിക്കുകയാണ്. ആ സമയത്ത് ദമയന്തി ആണെങ്കിൽ അവർക്ക് വാക്ക് കൊടുക്കുന്നുണ്ട്. അതുമാത്രമല്ല, ഹരിയോടും കാർത്തികേയനോടും സമ്മതം ചോദിക്കുന്ന സമയത്ത് അവർക്ക് രണ്ടുപേർക്കും സമ്മതമാണ്. അതൊക്കെ കേട്ടുകൊണ്ടാണ് ദേഷ്യത്തോടെ മഹാലക്ഷ്മി ഹരിയുടെ അടുത്തേക്ക് വരുന്നത്. എന്നിട്ട് അവർ പറയുന്നുണ്ട്, എനിക്ക് നീ സിന്ധുവിൻ്റെ വീട്ടിൽ വിരുന്നിന് പോകുന്നതിനോട് യാതൊരു താല്പര്യമില്ല. അവൾ നിന്റെ ഭാര്യയല്ല ഒരിക്കലും, പിന്നെ നീ എന്തിനാണ് പോകുന്നതെന്ന്. അപ്പോൾ സിന്ധു ആണെങ്കിൽ ഭയന്നുകൊണ്ട് ജനലിന് പുറത്ത് ഇത് കേട്ടുകൊണ്ട് നിൽക്കുകയാണ്. ഇനി ഒരു പക്ഷേ അമ്മ പറയുന്നത് കേട്ടിട്ട് ഹരി ഡോക്ടർ അങ്ങ് വരാതിരിക്കുമെന്ന് അവൾക്ക് വല്ലാത്ത ഭയം ഉണ്ടായിരുന്നു. ആ സമയത്താണ് ഹരി പറയുന്നത്, വല്യമ്മ സിന്ധുവിൻ്റെ അച്ഛന് വാക്ക് കൊടുത്തിട്ടുണ്ട് ഞങ്ങൾ പോകുന്നുള്ളത്. അപ്പോൾ എനിക്ക് വല്യമ്മയുടെ വാക്ക് തട്ടിക്കളയാനാവില്ല. അത് കേട്ടപ്പോൾ മഹാലക്ഷ്മിക്കാണെങ്കിൽ ദേഷ്യം അങ്ങോട്ട് അരിച്ച് കയറുകയാണ്. പക്ഷേ ജനലിന് പുറത്ത് നിൽക്കുന്ന സിന്ധുവിനാണെങ്കിൽ വല്ലാത്ത സന്തോഷം തോന്നുന്നുണ്ട്. അപ്പോൾ ഡോക്ടർ തനിക്കൊപ്പം വീട്ടിൽ വരുന്നുള്ള കാര്യം അവൾക്ക് ഉറപ്പായി. അത് കേട്ടപ്പോൾ തന്നെ മഹാലക്ഷ്മി ആണെങ്കിൽ ചാടി എഴുന്നേറ്റിട്ട് പറയുന്നുണ്ട്, ഇങ്ങോട്ട് നോക്ക് ഹരി, നീ സിന്ധുവിൻ്റെ വീട്ടിൽ വിരുന്നിന് പോകുന്നതിനോട് എനിക്ക് യാതൊരു താല്പര്യവുമില്ല. ഇനി പോകുന്നതും പോവാത്തതും നിന്റെ ഇഷ്ടം, നിന്നോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല എന്നും പറഞ്ഞിട്ട് ദേഷ്യത്തോടെ അവർ ചാടിത്തുള്ളി ഐശ്വര്യയും കൂട്ടിയിട്ട് അവിടുന്ന് പോവുകയാണ്. അവർ രണ്ടുപേരും ദേഷ്യത്തോടെ അവിടെ നിന്നും പോയപ്പോൾ സിന്ധു ആണെങ്കിൽ ജനലിന് പുറത്ത് നിന്ന് സന്തോഷം കൊണ്ട് അവൾക്ക് പൊട്ടിച്ചിരിക്കണമെന്നൊക്കെയാണ് തോന്നുന്നത്. പക്ഷേ ഡോക്ടർ കേൾക്കുന്നു ഭയന്നിട്ട് അവൾ വാ പൊത്തി പിടിച്ച് സന്തോഷം പ്രകടിപ്പിക്കുകയാണ്. എന്നിട്ട് നേരെ അടുക്കളയിലേക്ക് ഓടിയിട്ട് ചിട്ടിനോട് കാര്യം പറഞ്ഞിട്ട്, ചിട്ട് ആ എന്താ സിന്ധു, നീ എന്താ ഇത്ര സന്തോഷത്തോടെ? അത് പിന്നെ ഡോക്ടർ എൻ്റെ വീട്ടിൽ വിരുന്നിന് വരാമെന്ന് പറഞ്ഞിരുന്നല്ലോ. ആ പക്ഷേ അമ്മ പോയിട്ട് ഡോക്ടറോട് പറയുന്നുണ്ടായിരുന്നു എൻ്റെ വീട്ടിലേക്ക് വരാൻ പാടില്ല എന്ന്. ഞാനും അമ്മ പറഞ്ഞതല്ലേ ഒരുപക്ഷെ ഡോക്ടർ അനുസരിക്കുമെന്ന് ഭയന്നിട്ട് പേടിയോടെയായിരുന്നു നിന്നിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഡോക്ടർ എന്താ പറഞ്ഞെന്നറിയോ? ഞാൻ തീർച്ചയായിട്ടും സിന്ധുവിൻ്റെ വീട്ടിൽ വിരുന്നിന് പോകുമെന്ന് പറഞ്ഞു. ആഹാ, അത് കൊള്ളാലോ. ദമയന്തി വല്യമ്മ വാക്ക് കൊടുത്തതാണ്, ആ വാക്ക് എന്നെ കൊണ്ട് തട്ടിക്കളയാനാവില്ലെന്ന് പറഞ്ഞു. അതൊക്കെ പറഞ്ഞപ്പോൾ സിന്ധുവിന് പറഞ്ഞറിയിക്കാനാവാത്ത സന്തോഷം തോന്നുവാണ്. സൂപ്പർ സിന്ധു, ഡോക്ടർ കുറച്ച് വർഷമായിട്ട് മാറി വരുന്നുണ്ട് ചിട്ട്. ഇപ്പോൾ ഇന്നലെ തന്നെ എന്നെ DYSP അടിച്ചതിന് ഡോക്ടർക്ക് വല്ലാത്ത വിഷമമുണ്ടായിരുന്നു. എനിക്ക് കയ്യിലൊക്കെ പുരട്ടാൻ വേണ്ടി ഓയിൽമെന്റ് ഒക്കെ എടുത്തു തന്നിട്ടാണ് പോയത്. നീ സത്യാണോ സിന്ധു പറയുന്നത്? ആ, ഞാൻ സത്യാണ് പറയുന്നത്. നിനക്കറിയോ ചിട്ട്, ഡോക്ടർക്ക് എന്നോടുള്ള ദേഷ്യം കുറച്ചായിട്ട് കുറയുന്നത് പോലെയാണ് എനിക്ക് തോന്നുന്നത്. അതൊക്കെ പറയുമ്പോൾ സിന്ധുവിന് സ്വർഗം കീഴടക്കിയ സന്തോഷം തോന്നുന്നുണ്ടായിരുന്നു. ഇപ്പോ എനിക്കൊരു കാര്യം ഉറപ്പായി, കുറച്ചു കാലം കഴിഞ്ഞാലെങ്കിലും ഡോക്ടർ എന്റെ സ്നേഹം മനസ്സിലാക്കി ഡോക്ടർ എന്നെ സ്വീകരിക്കും. ആ ശരി, ഞാനിത് പോയിട്ട് ഭൈരവിയോട് കൂടെ പറഞ്ഞിട്ട് വരട്ടെ എന്ന് പറഞ്ഞിട്ട് ഭൈരവിയുടെ മുറിയിലേക്ക് സന്തോഷം കൊണ്ട് ഓടിപ്പോവാണ്. ഭൈരവിയുടെ മുറിയിലേക്ക് ഓടുന്ന ഓട്ടത്തിൽ സന്തോഷം കൊണ്ട് സിന്ധു വട്ടം കറങ്ങിയതാണ്. പക്ഷെ അവളുടെ കൈ തട്ടിയിട്ട് അവിടെ ഒരു ഫ്ലവർ വേസ് ഉണ്ടായിരുന്നു, അത് താഴെ വീണ് പൊട്ടുവാണ്. അത് കണ്ടപ്പോൾ സിന്ധു വല്ലാതെ ഭയന്നുപോയി. അവൾ ആകെ പേടിച്ച് വിറക്കണം. ദൈവമേ, ഫ്ലവർ വേസ് ഒക്കെ താഴെ വീണ് പൊട്ടിയല്ലോ. ആ ശബ്ദം കേട്ടിട്ടാണ് ഐശു അങ്ങോട്ടേക്ക് വരുന്നത്. ഐശുവിനാണെങ്കിൽ അത് കണ്ടപ്പോൾ ദേഷ്യം വരുന്നുണ്ടായിരുന്നു. അവൾ ദേഷ്യത്തോടെ അമ്മയെ വിളിച്ച് അലറുകയാണ്. അമ്മ എനിക്ക് വാങ്ങിത്തന്ന ഫ്ലവർ വേസ് ഒക്കെ ഇവള് നിലത്ത് വീണ് പൊട്ടിച്ചു അമ്മ. അത് കേട്ടിട്ടാണ് മഹാലക്ഷ്മി അങ്ങോട്ടേക്ക് വരുന്നത്. അതുമാത്രമല്ല, അവർ വരുമ്പോൾ കാണുന്നത് അവർ മകൾക്ക് വാങ്ങിക്കൊടുത്ത ഗിഫ്റ്റ് സിന്ധു താഴെ വീഴ്ത്തി പൊട്ടിച്ചതാണ്. അത് കണ്ടപ്പോൾ ദേഷ്യത്തോടെ സിന്ധുവിൻ്റെ കൈകൾ ഇറക്കി പിടിച്ചുകൊണ്ട് അവർ പറയുന്നുണ്ട്, നിന്നെ കണ്ടാൽ തന്നെ കണ്ടക ശനിയാണ്. എൻ്റെ മകൾക്ക് ഞാൻ വാങ്ങിക്കൊടുത്ത ഗിഫ്റ്റ് നീ മനഃപൂർവ്വം പൊട്ടിച്ചു കളഞ്ഞതല്ലേ? അപ്പോൾ ഐശുവും പറയുന്നുണ്ട്, അതേ അമ്മ, ഇവൾ വേണമെന്ന് വെച്ച് മനഃപൂർവ്വം തന്നെ പൊട്ടിച്ചതാണ്. അപ്പോൾ സിന്ധു വേഗം പറയാണ്, ഇല്ലില്ല ഐശു, ഞാൻ മനഃപൂർവ്വം ചെയ്തതല്ല ഐശു എന്നൊക്കെ. അതൊക്കെ കേട്ടുകൊണ്ട് ചിട്ടു അങ്ങോട്ടേക്ക് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ മഹാലക്ഷ്മി വിട്ടുകൊടുക്കുന്നില്ല. അതെങ്ങനെയാടി അറിയാതെ കൈതട്ടി വീഴുക? നീ വേണമെന്ന് വെച്ച് മനഃപൂർവ്വം തന്നെ വീഴ്ത്തി പൊട്ടിച്ചതാണ്. എൻ്റെ മകൾക്ക് ഞാൻ ഇഷ്ടപ്പെട്ട് വാങ്ങിച്ചു കൊടുത്തതാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ. എപ്പോഴാണോ നീ ഈ വീട്ടിലേക്ക് വന്നത് അന്ന് മുതൽ ഞങ്ങളുടെ സമാധാനവും സന്തോഷവും ഒക്കെ പോയടി. ഇനി എപ്പോഴാണോ നീ ഈ വീട്ടിൽ നിന്നൊന്ന് ഇറങ്ങിപ്പോകുന്നത് അന്ന് മാത്രമേ ഞങ്ങൾക്ക് സമാധാനം കിട്ടുള്ളൂ. അതൊക്കെ കേട്ടപ്പോൾ സിന്ധു ആകെ സങ്കടത്തോടെ നിൽക്കുവാണ്. ഞങ്ങളുടെ കുടുംബത്തിന്റെ സമാധാനം നശിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നിന്റെ അമ്മ നിന്നെ പ്രസവിച്ചത്. ഒരു കാലത്തും അവരൊന്നും നന്നാവില്ലടി. തൻ്റെ അച്ഛനെയും അമ്മയൊക്കെ പറയുന്നത് കേട്ടപ്പോൾ സിന്ധുവിന് വല്ലാത്ത സങ്കടം തോന്നുന്നുണ്ടായിരുന്നു. അമ്മയുടെ ശബ്ദവും പുറത്തു നടക്കുന്ന ബഹളമൊക്കെ കേട്ടിട്ടാണ് ഹരിയും അങ്ങോട്ട് വരുന്നത്. അവനാണെങ്കിൽ കാര്യമൊന്നും മനസ്സിലായിട്ടില്ല. അപ്പോൾ മഹാലക്ഷ്മി ആണെങ്കിൽ സിന്ധുവിനോട് പറയുന്നുണ്ട്, എൻ്റെ വയർ എരിഞ്ഞു ഞാൻ പറയാണ്. എൻ്റെ വയർ എങ്ങനെയാണോ എരിയുന്നത് അതുപോലെ തന്നെ നിന്റെ വീട്ടുകാരും എരിയുവടി. നിന്നെ കാണുമ്പോൾ തന്നെ എനിക്ക് കലി ഇരച്ചു കയറി വരുന്നുണ്ട്. വായ തുറന്നാ കള്ളവും ഭക്ഷണം കഴിക്കാനും മാത്രമേ നീയൊക്കെ വായ തുറക്കുള്ളൂ. നീ ജനിച്ചപ്പോൾ തന്നെ നിന്റെ അച്ഛനും അമ്മയും നിനക്ക് വല്ല വിഷവും വാങ്ങി തന്നിരുന്നെങ്കിൽ എൻ്റെ മകൻ്റെ ജീവിതമെങ്കിലും രക്ഷപ്പെടുമായിരുന്നു. മര്യാദയ്ക്ക് നിന്റെ അച്ഛനോട് പണം വാങ്ങിയിട്ട് എൻ്റെ മകളുടെ ഈ ഗിഫ്റ്റ് വീണ്ടും ഇവിടെ വാങ്ങിച്ചു കൊണ്ടുവച്ചോളണം. സിന്ധു കരഞ്ഞുകൊണ്ട്
അമ്മയോട് പറയാണ്, ശരിയമ്മ ഞാൻ വാങ്ങി വെച്ചോളാം. അതും പറഞ്ഞിട്ട് അവൾ അവിടുന്ന് പോവാൻ നോക്കിയപ്പോ അവളുടെ കൈ പിടിച്ചു വലിച്ചിട്ട് മഹാലക്ഷ്മി ചോദിക്കുന്നുണ്ട്, ഹലോ എവിടെയാ പോവാൻ നോക്കുന്നത്? ഈ വീണത് പൊട്ടിയതൊക്കെ നിന്റെ അച്ഛൻ വന്ന് എടുത്തു വെക്കോ, എടുത്ത് കളഞ്ഞിട്ട് പോടി. അപ്പോൾ സിന്ധു ആണെങ്കിൽ വേഗം അവിടെ കുഞ്ഞിരുന്നിട്ട് അത് എടുക്കാൻ വേണ്ടി പോവാണ്. അപ്പൊ ചിട്ടു പറയുന്നുണ്ട്, വേണ്ട സിന്ധു ഞാൻ ചെയ്തോളാം. അവൾ അടിച്ചൂട്ടി വരാനുള്ളതൊക്കെ എടുത്തിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. പക്ഷെ അവളെ തടഞ്ഞുകൊണ്ട് മഹാലക്ഷ്മി പറയുന്നുണ്ട്, ഡി അവളല്ലേ അത് പൊട്ടിച്ചത്, നീ എന്തിനാണ് അത് എടുക്കാൻ വേണ്ടി വരുന്നത്? അവള് തന്നെ എടുക്കട്ടെ. നീ അടുക്കളയിൽ പോയിട്ട് നിന്റെ ജോലി എന്താണെന്ന് വെച്ചാൽ ചെയ്യ്, ഇതും കൊടുത്തിട്ട് പോടി. എന്നിട്ട് ഡസ്റ്റ്ബിൻ അവൾക്ക് കൊടുത്തിട്ടാണ് അവിടുന്ന് ചിട്ടു പോകുന്നത്. അവൾക്ക് വല്ലാതെ സങ്കടം ഉണ്ടായിരുന്നു സിന്ധുവിനെ ആ ജോലി ചെയ്യാൻ ഏൽപ്പിക്കുമ്പോൾ. സിന്ധുവിനെ കൊണ്ട് തന്നെ ആ പൊട്ടിയ ചില്ല് കഷ്ണങ്ങളൊക്കെ അവർ പെറുക്കിയെടുപ്പിക്കുകയാണ്. അങ്ങനെ അത് പെറുക്കിയിട്ട് ഡസ്റ്റ്ബിനിൽ ഇടുന്ന സമയത്താണ് അവളുടെ കയ്യിൽ ചെറുതായിട്ട് ഗ്ലാസ് വെച്ച് മുറിഞ്ഞത്. അവിടെ നിന്ന് ബ്ലഡ് വരുന്നുണ്ടായിരുന്നു. സിന്ധു അറിയാതെ നാക്കിയ സമയത്ത് ഹരിയുടെ മനസ്സിലൊരു തേങ്ങൽ തോന്നുവാണ്. പക്ഷെ അവളുടെ കയ്യിൽ നിന്ന് ബ്ലഡ് വരുന്നത് നേരിട്ട് കണ്ടെങ്കിലും മഹാലക്ഷ്മി പറയുന്നുണ്ട്, ഏയ് എന്താടി കുറച്ച് ബ്ലഡല്ലേ വരുന്നത്, ചാവാനൊന്നും പോകുന്നില്ല, മര്യാദയ്ക്ക് ജോലി ചെയ്യടി. അമ്മയെ പേടിച്ചുകൊണ്ട് തന്നെ സിന്ധു വേഗം അതൊക്കെ എടുക്കുവാണ്. അതിൽ നിന്നും പൊട്ടിയ വലിയ വലിയ കഷ്ണങ്ങളൊക്കെ എടുത്തിട്ട് അത് ആ പാത്രത്തിലാക്കിയതിന് ശേഷം മഹാലക്ഷ്മിയോട് പറയുന്നുണ്ട്, ഇത് കളഞ്ഞതിന് ശേഷം ഞാൻ ബാക്കി വന്ന് എടുത്തോളാം. ആ ശരി. എന്നിട്ട് അവൾ അവിടുന്ന് പോയപ്പോൾ, ഓ എൻ്റെ ഒരു തലയിലെഴുത്ത് എന്നും പറഞ്ഞിട്ട് ഐശ്വര്യം കൂട്ടിയിട്ട് അവിടുന്ന് പോവാൻ നോക്കുകയാണ് മഹാലക്ഷ്മി. അപ്പോൾ ഇതൊക്കെയും കണ്ടുകൊണ്ട് നിന്ന ഹരി പിന്നീന്ന് അമ്മയെ വിളിക്കുന്നുണ്ട്. അമ്മ ഒരു നിമിഷം. ഹരിയുടെ ശബ്ദം കേട്ടപ്പോൾ സിന്ധു അവിടെ നിൽക്കുകയാണ്. അമ്മ ഐശ്വര്യന് വേണ്ടി വാങ്ങിക്കൊടുത്ത ആ ഒരു ഫ്ലവർ വേസ് വേണമെന്ന് വിചാരിച്ച് മനഃപൂർവ്വമല്ല അവൾ പൊട്ടിച്ചത്. പിന്നെ എന്തിനാ അമ്മ ഇങ്ങനെ അവളെ വഴക്ക് പറയുന്നത്? അത് കേട്ടപ്പോൾ മഹാലക്ഷ്മി ആണെങ്കിൽ ചെറുതായിട്ടൊരു ദേഷ്യത്തോടെ നിൽക്കുകയാണ്. തനിക്ക് വേണ്ടിയാണ് ഡോക്ടർ സംസാരിക്കുന്നതെന്ന് കേട്ടപ്പോൾ സിന്ധുവിനാണെങ്കിൽ നല്ല സന്തോഷം തോന്നുന്നുണ്ട്. സിന്ധു കള്ളം പറഞ്ഞിട്ടാണ് എന്നെ കല്യാണം കഴിച്ചിട്ട് ഈ വീട്ടിലേക്ക് വന്നത്. അത് ശരി തന്നെയാണ്. അവൾ ചെയ്തത് ആ ഒരു തെറ്റ് മാത്രമാണ്. അല്ലാത്ത പക്ഷം അവളോട് ഇങ്ങനെ പെരുമാറുന്നത് തീരെ ശരിയല്ല അമ്മ. അവൾ ഈ വീട്ടിൽ നിൽക്കുന്നിടത്തോളം കാലം നിങ്ങൾ എല്ലാവരും അവളോട് മര്യാദയോട് കൂടി വേണം പെരുമാറാൻ. ഐഷു നിന്നോട് കൂടിയാണ് പറയുന്നത്. സിന്ധു നിന്നേക്കാളും വയസ്സിന് മൂത്തതാണ്. അവളോട് നീ പെരുമാറേണ്ട രീതിയിൽ മര്യാദയ്ക്ക് പെരുമാറണം. അതും പറഞ്ഞിട്ട് ഹരി അവിടുന്ന് പോയപ്പോൾ സിന്ധുവിനാണെങ്കിൽ വല്ലാത്ത സന്തോഷം തോന്നുവാണ്. തന്നോടുള്ള ആ ഒരു സ്നേഹവും അല്ലെങ്കിൽ ആ ഒരു ബഹുമാനത്തോടും കൂടിയാണ് ഹരി ഡോക്ടർ തനിക്ക് വേണ്ടി അവരോട് സംസാരിച്ചത്. പ്രത്യേകിച്ച് തനിക്ക് വേണ്ടി സംസാരിക്കുക എന്നുള്ളത് തന്നെ സിന്ധുവിനെ സംബന്ധിച്ച് വലിയൊരു സ്വപ്നമായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഐഷു ആണെങ്കിൽ അമ്മയോട് പറയുന്നുണ്ട്, അമ്മ ഇതെന്താ അമ്മ ഏട്ടൻ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പോയത്? അവളെ വഴക്ക് പറഞ്ഞ ഏട്ടൻ എന്തിനാ നമ്മളെ വഴക്ക് പറയുന്നത്? അതാടി എനിക്കും മനസ്സിലാവാത്തത്. ക്ഷേത്രത്തിൽ പോയിട്ട് അവൻ ഇനി എന്തെങ്കിലും മന്ത്രിച്ചു കൊണ്ടുവന്ന് ഇവനെ കെട്ടിയിട്ടുണ്ടോന്ന് അറിയില്ല. അല്ലാതെ സിന്ധുവിനെ വഴക്ക് പറയുമ്പോൾ ഇവനെന്തിനാ ദേഷ്യം വരേണ്ട കാര്യം? എനിക്കെന്തോ ഇവൻ ചെയ്യുന്നതൊന്നും അത്ര ശരിയായിട്ട് തോന്നുന്നില്ല. എന്തായാലും ആ സ്നേഹയോട് പറഞ്ഞിട്ട് ഈ കാര്യത്തിലൊരു തീരുമാനം എടുക്കണം. പക്ഷേ സിന്ധു ആണെങ്കിൽ ഇതൊക്കെ കേട്ടുകൊണ്ട് അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. അവൾക്ക് വല്ലാത്ത സന്തോഷമാണ് തോന്നുന്നത്. കാരണം ബാക്കിയുള്ളവർ തന്നോട് എങ്ങനെയോ പെരുമാറിക്കോട്ടെ, അതൊന്നും തന്നെ ബാധിക്കുന്ന കാര്യമല്ല. പക്ഷെ ഡോക്ടർ തന്നോട് നന്നായിട്ട് പെരുമാറിയാൽ മതി, അത്രേ അവൾക്കുള്ളൂ. നീ എന്നോട് കാണിക്കുന്ന സ്നേഹത്തിന് ഒരുപാട് നന്ദിയുണ്ട് ഡോക്ടറെ. ആ സമയത്ത് അവളുടെ മനസ്സിൽ ഡോക്ടറോട് അത്രയ്ക്ക് സ്നേഹം തോന്നുന്നുണ്ടായിരുന്നു. അതേസമയം കാർത്തികേയന്റെ മുറിയിലാണെങ്കിൽ അവൻ പെട്ടിയൊക്കെ ഒരുക്കിയിട്ട് അതിലേക്ക് ഷർട്ടുകളും ഡ്രസ്സുകളൊക്കെ എടുത്തു വെക്കുകയാണ്. ഒരു മൂളിപ്പാട്ടൊക്കെ പാടിക്കൊണ്ടാണ് അവൻ ഓരോന്ന് എടുത്തു വെക്കുന്നത്. ഓരോ ഡ്രസ്സും എടുത്തിട്ട് തനിക്ക് ചേരുന്നുണ്ടോന്ന് ഭംഗിയൊക്കെ നോക്കിക്കൊണ്ടാണ് കാർത്തികേയൻ അതെടുത്ത് വെക്കുന്നത്. ആ സമയത്താണ് ഭൈരവി പുറത്തു വന്ന് നിൽക്കുന്നത്. അവൾക്കിത് കാണുന്ന സമയത്ത് നല്ല ദേഷ്യം വരുന്നുണ്ടായിരുന്നു. അവൾ അങ്ങോട്ടേക്ക് വന്നിട്ട് ചോദിക്കുന്നുണ്ട്, ഇതെന്താ ഡ്രസ്സൊക്കെ എടുത്തു വെക്കുന്നത്? അല്ല വിരുന്നിന് പോകാൻ വേണ്ടി ക്ഷണിച്ചിട്ടില്ലേ? ഓ ആരെങ്കിലും എങ്ങോട്ടെങ്കിലും വിളിക്കുന്നതും കാത്തു നിൽക്കുകയായിരുന്നു അല്ലേ? വിരുന്നിന് വിളിച്ചെന്നും പറഞ്ഞിട്ട് ഡ്രസ്സ് എടുത്ത് വെച്ച് അങ്ങ് ഒരുങ്ങുകയാണ്. നിനക്ക് കുറച്ചു പോലും മര്യാദയില്ലേ? താല്പര്യമില്ലാത്ത ഒരുത്തിയുടെ കഴുത്തി താലി കെട്ടി അതിന്റെ ഒരു കുറ്റബോധം പോലും ഇല്ലാതെ വിരുന്നിന് ക്ഷണിച്ചതെന്ന് കേട്ടപ്പോൾ തന്നെ വേഗം ഡ്രസ്സൊക്കെ പാക്ക് ചെയ്യാണ്. അത് കേട്ടപ്പോൾ കാർത്തികേയൻ പ്രത്യേകിച്ചൊന്നും പറയുന്നില്ല. നീയൊക്കെ ഒരു ജന്മം തന്നെ. ഞാനൊരു കാര്യം പറയാം, വിരുന്നിന് എൻ്റെ വീട്ടിലേക്ക് ഞാൻ മാത്രമേ പോകുന്നുള്ളൂ. നീ എൻ്റെ വീട്ടിലേക്ക് വരേണ്ട കാര്യമില്ല, മനസ്സിലായല്ലോ? ഡ്രസ്സൊക്കെ എടുത്തു വെച്ചിട്ട് റൂമിൽ നിന്ന് ഇറങ്ങി പോവാൻ നോക്ക്. അതെന്ത് വർത്താന ഭൈരവി നീ പറയുന്നത്? നിന്റെ വീട്ടിൽ വിരുന്നിന് വരണമെന്ന് പോണെന്ന് എൻ്റെ അമ്മ എന്നോട് വാക്ക് പറഞ്ഞതാണ്. എൻ്റെ അമ്മ ഞാൻ അങ്ങോട്ടേക്ക് വന്നില്ലെങ്കിൽ എന്നോട് ദേഷ്യപ്പെടും. ഇതുവരെ എൻ്റെ അമ്മ പറയുന്നതൊന്നും ഞാൻ കേൾക്കാതെ അനുസരിക്കാതെ ഇരുന്നിട്ടില്ല. ഇങ്ങോട്ട് നോക്ക്, നീ എൻ്റെ വീട്ടിലേക്ക് വരാൻ പാടില്ല, എനിക്ക് അത്രയേ പറയാനുള്ളൂ. തീർച്ചയായിട്ടും ഞാൻ നിന്റെ വീട്ടിലേക്ക് വരിക തന്നെ ചെയ്യും. ഭൈരവിയും കാർത്തികേയനും തമ്മിൽ ദേഷ്യമായിട്ട് വാഗ്വാദത്തിൽ ഏർപ്പെടുവാണ്. നിന്നെ കൊണ്ട് പറ്റുമെങ്കിൽ നീ തടയാൻ നോക്ക്. അതും പറഞ്ഞിട്ട് കൂടുതൽ സംസാരിക്കാൻ നിൽക്കാതെ കാർത്തികേയൻ പോവാണ്. ഭൈരവിയാണെങ്കിൽ പിറുവിറുക്കുന്നുണ്ടായിരുന്നു. അയ്യോ ഇവനൊക്കെ ഒരു വൃത്തികെട്ട ജന്മമായിപ്പോയി, പറഞ്ഞാലും മനസ്സിലാവില്ല.
കൃത്യമായിട്ട് എൻ്റെ തലയിൽ തന്നെ വന്ന് വീണല്ലോ എന്നൊക്കെ അവളിങ്ങനെ പിറുപിറുക്കുകയാണ്. അതേസമയം ഹോസ്പിറ്റലിലാണ് ഹരി ഉള്ളത്. അവനാണെങ്കിൽ അവൻ്റെ ഒരു പേഷ്യന്റിന്റെ മുറിയിലേക്ക് കയറി ചെന്നതാണ്. അവനെ അവിടെ കണ്ടപ്പോൾ തന്നെ ആ ഒരു സ്ത്രീ അവിടുന്ന് കരയുന്നുണ്ടായിരുന്നു, ബൈസ്റ്റാൻഡറായിട്ട് നിൽക്കുന്നത്. അവരുടെ ഭർത്താവാണ് അവിടുത്തെ പേഷ്യന്റ്. അപ്പോൾ അവർ കരയുന്ന കണ്ടപ്പോൾ ഹരി ചോദിക്കുന്നുണ്ട്, എന്തിനാ കരയുന്നത്? ഡോക്ടർ, എൻ്റെ ഭർത്താവിന് വല്ലാത്ത നെഞ്ചുവേദന ഉണ്ടായിരുന്നു. ഇത്രയും നേരം അദ്ദേഹം വേദന കൊണ്ട് പൊളയുകയായിരുന്നു. അത് കാണുമ്പോൾ തന്നെ വല്ലാത്ത സങ്കടം തോന്നുവാണ്. അത് കേട്ടപ്പോൾ ഹരി അവരെ ആശ്വസിപ്പിക്കുന്നുണ്ട്, നിങ്ങൾ ഒന്നുകൊണ്ടും ഭയപ്പെടേണ്ട. നാളെ കഴിഞ്ഞ് പിറ്റേ ദിവസം അവർക്ക് ഹാർട്ടിന്റെ സർജറി ചെയ്യാൻ വേണ്ടി പോവാണ്. എല്ലാ പ്രശ്നങ്ങളും സോൾവ് ആവും. മെഡിസിൻ ഒക്കെ കൊടുക്കുന്നില്ലേ? ആ, കൊടുക്കുന്നുണ്ട് സർ. അമ്മ, നിങ്ങൾ ഇങ്ങനെ കരഞ്ഞാൽ എങ്ങനെയാ? നിങ്ങൾ വേണ്ട അദ്ദേഹത്തിന് ധൈര്യം കൊടുക്കാൻ വേണ്ടിയിട്ട്. എപ്പോഴും നിങ്ങൾ അദ്ദേഹത്തിന് തുണയായിട്ട് തന്നെ ഉണ്ടാവണം. അതിനുശേഷം ആ കിടക്കുന്ന പേഷ്യൻ്റ് ആയിട്ടുള്ള ആളോട് പറയുന്നുണ്ട്, നിങ്ങൾ ഒന്നുകൊണ്ടും ഭയപ്പെടേണ്ട. നാളെ കഴിഞ്ഞ് പിറ്റേന്ന് നിങ്ങളുടെ ഹാർട്ടിന്റെ സർജറിയാണ്. അത് കഴിഞ്ഞ് 2 ദിവസം കൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലേക്ക് പോകാനും പറ്റും. പിന്നീട് നിങ്ങൾക്കൊരു പ്രോബ്ലം ഉണ്ടാവില്ല. ശരി ഡോക്ടർ, നിങ്ങൾ ഒന്നുകൊണ്ടും ഭയപ്പെടേണ്ട, ഇതൊക്കെ ചെറിയ സർജറിയാണ്. എന്നിട്ട് ഭാര്യയോട് ഭർത്താവിനെ കെയർ ചെയ്യാനൊക്കെ പറഞ്ഞിട്ട് സ്നേഹയും കൂട്ടിക്കൊണ്ട് ഹരി പുറത്തേക്ക് പോവാണ്. പിറ്റേന്ന് സിന്ധുവിന്റെ വീട്ടിൽ വിരുന്നിന് വന്നിരിക്കുകയാണ് കാർത്തികേയനും ഭൈരവിയും സിന്ധുവും ഹരിയും ഒക്കെ ചേർന്നിട്ട്. 4 പേരെയും ആരതി ഒഴിഞ്ഞതിന് ശാരദ അവരോട് അകത്തേക്ക് കയറി പോകാൻ വേണ്ടി പറയാണ്, താൻ ആരതിയുടെ ആ ഒരു ഒഴിഞ്ഞത് കൊട്ടിയിട്ട് വരാന്ന് പറഞ്ഞിട്ട്. അപ്പോൾ സത്യരാജ് അവരെ അകത്തേക്ക് ക്ഷണിക്കുന്നുണ്ട്. സത്യരാജ് ക്ഷണിച്ചെങ്കിലും സിന്ധു വീണ്ടും പറയാണ്, വാ ഡോക്ടറെ, എൻ്റെ വീട്ടിലേക്ക് ആദ്യമായിട്ടാണ് വരുന്നത്, അതുകൊണ്ട് വലതുകാലം എടുത്തു വെച്ചിട്ട് വാ. സിന്ധു പറഞ്ഞത് കേട്ട് ഹരി വലതുകാലം എടുത്ത് വെച്ചിട്ട് തന്നെയാണ് അകത്തേക്ക് കയറുന്നത്. അവനൊപ്പം തന്നെ കാലെടുത്ത് വെച്ച് സിന്ധുവും കയറുകയാണ്. അത് കണ്ടിട്ട് കാർത്തികേയനാണെങ്കിൽ ഭൈരവിയോട് പറയുന്നുണ്ട്, ഭൈരവി വാ, നമുക്കും അകത്തേക്ക് കയറാം, അവരെ പോലെ വലതുകാലം എടുത്ത് വെച്ച് കയറാം. അപ്പോൾ ഭൈരവി പറയുന്നുണ്ട്, എൻ്റെ വീട്ടിലേക്ക് എങ്ങനെയാണ് കയറേണ്ടതെന്നൊക്കെ എനിക്ക് നന്നായിട്ടറിയാം, നീ വാ പൂട്ടി മിണ്ടാതെ നിന്നോ. ശരി. കൂടുതൽ സംസാരിക്കാൻ കാർത്തികേയന് നിന്നില്ല. ഭൈരവിക്ക് പിന്നാലെയാണ് അവനും കയറി ചെന്നത്. അങ്ങനെ അവർ രണ്ടുപേരും അവിടെ ഇരിക്കുകയും ഭൈരവിയും സിന്ധുവും അവർക്ക് അടുത്തായിട്ട് നിൽക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ സത്യരാജ് പറയുന്നുണ്ട്, ശാരദ, ഇവർക്ക് കുടിക്കാനുള്ള ജ്യൂസ് എടുത്തിട്ട് വാ. അവരത് കേട്ടപ്പോൾ വേഗം അകത്തേക്ക് പോവാണ്. അപ്പോൾ കാർത്തികേയൻ കുശലാന്വേഷണമൊക്കെ നടത്തുന്നുണ്ടായിരുന്നു. അവരുടെ ബിസിനസ്സിനെ പറ്റിയൊക്കെ ചോദിക്കുകയാണ്. അതൊക്കെ നല്ല രീതിക്ക് പോകുന്നുണ്ടെന്നൊക്കെ പറഞ്ഞപ്പോൾ കാർത്തികേയനും പറയാണ്, പെട്ടെന്ന് ഇത്തവണ തന്നെ വിറ്റോളൂ, നല്ല ലാഭം കിട്ടുന്നൊക്കെ. അപ്പോഴേക്കും ഹരിയുടെ ഫോൺ റിങ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവൻ എടുത്തു നോക്കുമ്പോൾ സ്നേഹയുടെ കോളാണ്. അപ്പോൾ അവൻ സത്യരാജിനോട്, ഞാനൊന്ന് പുറത്തുപോയിട്ട് കോൾ എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞിട്ടാണ് പോകുന്നത്. ഹരി പോയപ്പോൾ തന്നെ സിന്ധു ചിന്തിക്കുന്നുണ്ടായിരുന്നു, ആരായിരിക്കും ഡോക്ടറെ വിളിച്ചിട്ടുണ്ടാവുക? ഇനിയൊരു പക്ഷേ സ്നേഹയായിരിക്കോ? ശരി തന്നെയായിരുന്നു. പുറത്തേക്ക് ഇറങ്ങി വന്നപ്പോൾ ഹരി സംസാരിക്കുന്നത് സ്നേഹയോടാണ്. ആ, പറയൂ സ്നേഹ, ഇപ്പോഴാണ് എന്നെ മഹാൻഡി കോൾ ചെയ്തത്. നീ സിന്ധുവിന്റെ വീട്ടിലാണ് പോയിട്ടുള്ളതല്ലേ? അയ്യോ ഹരി, നീ എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? നീ ഇങ്ങനെ പാവത്തിനെ പോലെ അവളുടെ പിന്നാലെ പോകുന്നത് കൊണ്ടാണ് അവള് കുറച്ചുകൂടി ഗൗരവത്തോടെ കാര്യങ്ങൾ കാണുന്നത്. സ്നേഹ, വല്യമ്മയുടെ വാക്ക് എനിക്ക് തട്ടിക്കളയാനാവില്ല. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത്. ജസ്റ്റ് 1 ഡേ മാത്രമാണ്. ഞാൻ നാളെ രാവിലെ തന്നെ ഇവിടെ നിന്നും പുറപ്പെടും. അപ്പോൾ സ്നേഹ പറയുന്നുണ്ട്, ഹരി, നീ ചെയ്യുന്നത് എന്തോ എനിക്ക് നന്നായിട്ട് തോന്നുന്നില്ല. അതിനവൻ മറുപടിയൊന്നും പറയുന്നില്ല. അപ്പോൾ അവൾ ദേഷ്യത്തോട് പറഞ്ഞു, ഞാൻ വല്ലാതെ ഡിസപ്പോയിന്റഡ് ആണ്. എന്നിട്ട് അവൻ്റെ മറുപടിക്ക് കാത്തു നിൽക്കാതെ അവൾ കോള് കട്ട് ചെയ്യാണ്. ഹരിയാണെങ്കിൽ ഒന്നും ചെയ്യാനാവാതെ അവിടെ സ്റ്റെക്കായിട്ട് നിൽക്കുകയാണ്. അതേസമയം ശാരദ ജ്യൂസ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കെ സിന്ധുവും ഭൈരവി അടുക്കളയിലേക്ക് വരുന്നുണ്ട്. സിന്ധു, ഞാൻ അമ്മയോട് ജ്യൂസ് ഉണ്ടാക്കാന്നൊക്കെ പറഞ്ഞെങ്കിലും പക്ഷേ ശാരദ പറയുന്നുണ്ട്, വേണ്ട, ഞാൻ ഉണ്ടാക്കിക്കോളാം. ജ്യൂസ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കെ ശാരദ സിന്ധുവിനോട് പറയുന്നുണ്ട്, എന്തോ നിങ്ങൾ വിരുന്നിന് വിളിച്ചപ്പോൾ ഇങ്ങോട്ടേക്ക് വരില്ല എന്നാണ് കരുതിയത്. ഹരിയുടെ ആ ഒരു ഭാഗ്യം കൊണ്ട് ഹരി സമ്മതിച്ചിട്ട് ഇങ്ങോട്ടേക്ക് വരാൻ വേണ്ടി പറ്റി. അപ്പോൾ സിന്ധു സന്തോഷത്തോടെ പറയാണ്, അമ്മ, ഡോക്ടർ ഇപ്പോൾ പഴയതുപോലെയല്ല, ഒരുപാട് മാറി. ഇന്നലെയാണെങ്കിൽ അദ്ദേഹത്തിന്റെ അമ്മയും ഐഷു എന്നോട് മോശമായിട്ട് പെരുമാറിയപ്പോൾ എന്നോട് ഇനി അങ്ങനെ പെരുമാറരുതെന്നും എന്നോട് ബഹുമാനത്തോടെ പെരുമാറണമെന്നൊക്കെ ഐഷുവിനോട് പറഞ്ഞിട്ട് പോയമ്മ. സിന്ധു വല്ലാത്ത സന്തോഷത്തോടെയാണ് പറയുന്നത്. സിന്ധു അത് പറയുന്നത് കേട്ടപ്പോൾ തന്നെ ഭൈരവിക്കും അമ്മയ്ക്കും സന്തോഷത്തിന്റെ ഒരു ചിരിയുണ്ടായിരുന്നു. വിരുന്നിന് പോലും എന്റെ കൂടെ വന്നിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് എന്നോടുള്ള ദേഷ്യം കുറഞ്ഞു എന്നല്ലേ അർത്ഥം. എന്തായാലും കുഴപ്പമില്ല മോളെ, ഹരിമോൻ നിന്നെ നന്നായിട്ട് നോക്കുന്നുണ്ടല്ലോ, അത് മതി. അതിനുശേഷം ഭൈരവിയോടാണ് ചോദിക്കുന്നത്, ഭൈരവി, കാർത്തികേയൻ നിന്നെ നന്നായിട്ട് നോക്കുന്നില്ലേ? അവൾ അതിന് മറുപടിയൊന്നും പറയാതെ മുഖത്തൊരു ചെറിയ ദേഷ്യത്തോടെയാണ് നിൽക്കുന്നത്. അപ്പൊ ശാരദ ചെറിയൊരു പേടിയോട് ചോദിക്കുന്നുണ്ട്, എന്താടി? അത് കേട്ടപ്പോൾ സിന്ധു ചിരിച്ചുകൊണ്ട് പറയാണ്, അവര് നോക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല, പക്ഷെ ഇവളവരെ നന്നായിട്ട് നോക്കുന്നുണ്ട്. താൻ ദമയന്തിയെ ശ്രദ്ധിക്കുന്നത് കൊണ്ടാണ് സിന്ധു ഇങ്ങനെ പറയുന്നതെന്ന് ഭൈരവിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു. അതിന് പിന്നിലുള്ള കാരണം സിന്ധുവിന് അറിയില്ലല്ലോ. അപ്പോൾ സിന്ധു ആണെങ്കിൽ നിഷ്കളങ്കായിട്ട് പറയാണ്, ദമയന്തി അമ്മയ്ക്ക് ഒരു ചെറിയ തലവേദന പോലും വരാൻ പാടില്ല. അപ്പോഴേക്കും എന്തൊക്കെയാണ് ഭൈരവി ചെയ്തു കൂട്ടുന്നതെന്ന് അമ്മയ്ക്ക് അറിയോ? സാമ്പ്രാണി പുകച്ചു കൊടുക്കുന്നു, സൂപ്പുണ്ടാക്കി കൊടുക്കുന്നു, തല തിരുമ്മി കൊടുക്കുന്നു. അയ്യോ, അവരുടെ സ്വന്തം മകള് പോലും അവരെ ഇത്രയും ശ്രദ്ധിക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. അത് കേട്ടപ്പോ ഭൈരവി ആണെങ്കിൽ ഒന്നും പറയാനാവാതെ നിൽക്കുകയാണ്.
ദമയന്തി അമ്മയെ ഭൈരവി നന്നായിട്ടാണ് അമ്മയെ നോക്കുന്നത്. ആഹാ, കുഴപ്പമില്ലല്ലോ. നീ ദമയന്തി ഏടത്തിയെ അത്രയ്ക്കും നന്നായിട്ട് നോക്കുന്നുണ്ടോ? ശാരദയ്ക്കും സന്തോഷം തോന്നുവാണ്. അതിനൊന്നും ഭൈരവിക്ക് മറുപടി ഇല്ലായിരുന്നു. കാരണം ഇതിന് പിന്നിലുള്ള കാരണം ആരോടും പറയാനാവാത്ത അവസ്ഥയിലാണ് അവൾ നിൽക്കുന്നത്. എനിക്ക് കേട്ടപ്പോൾ നല്ല സന്തോഷം തോന്നി മോളെ. സത്യം പറയാന്ന് വെച്ചാ നീ ഒരുപാട് മാറിപ്പോയി ഭൈരവി. അവൾ ഒന്നിനും മറുപടി ഇല്ലാതെ നിൽക്കുകയാണ്. തന്റെ അവസ്ഥ ആരോടും പറയാൻ പറ്റാത്തതാണെന്നാണ് അവൾക്ക് തോന്നുന്നത്. ഭൈരവി ദമയന്തി അമ്മ ഇങ്ങനെയും ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ കാർത്തികേയനെ എത്രത്തോളം ശ്രദ്ധിക്കുന്നുണ്ടാവുമെന്ന് അമ്മ തന്നെ ഒന്ന് ഊഹിച്ചു നോക്ക്. സിന്ധു വളരെ സന്തോഷത്തോടെയാണ് പറയുന്നത്. ഭൈരവി ആണെങ്കിൽ അതിലൊന്നും താല്പര്യമില്ലാത്ത മട്ടിലാണ് നിൽക്കുന്നത്. എന്തായാലും കുഴപ്പമില്ല, നിങ്ങൾ രണ്ടുപേരും സന്തോഷത്തോടെ ജീവിക്കുന്നത് കേട്ടാൽ മതി എനിക്ക്. ശരി ശരി, നിങ്ങൾ രണ്ടുപേരും ജ്യൂസ് എടുക്ക്, ഞാൻ അവർക്ക് കൊണ്ടുപോയി കൊടുക്കട്ടെ. അവർ രണ്ടുപേരും ജ്യൂസ് എടുത്തതിന് ശേഷം അകത്തുള്ളവർക്കും കൂടി കൊടുക്കുകയാണ്. അപ്പോൾ ഹരി അവിടെ ഉണ്ടായിരുന്നില്ല. കാർത്തികേയന് കൊടുത്തിട്ട് ഹരി എവിടെയും ചോദിക്കുമ്പോഴേക്കും അവൻ കോള് കട്ട് ചെയ്തിട്ട് അങ്ങോട്ടേക്ക് വരുന്നുണ്ടായിരുന്നു. രണ്ടുപേർക്കും ജ്യൂസ് കൊടുത്തതിന് ശേഷം സത്യരാജ് ഹരിയോട് പറയുന്നുണ്ട്, നിങ്ങൾ ഞങ്ങളുടെ വീട്ടിൽ വിരുന്നിന് വന്നത് ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമുണ്ട്. കാരണം അടുത്ത വീട്ടിലുള്ളവരൊക്കെ എന്തുകൊണ്ടാ രണ്ട് പെൺമക്കളുടെയും കല്യാണം കഴിച്ചിട്ട് ഇങ്ങോട്ടേക്ക് വിരുന്നിന് വരാത്തതെന്ന് എപ്പോഴും ചോദിച്ചുകൊണ്ടേ ഇരിക്കുമായിരുന്നു. എന്തായാലും ഭാഗ്യം, നിങ്ങൾ രണ്ടുപേരും വന്നല്ലോ, ഒരുപാട് സന്തോഷമായി. അത് കേട്ടപ്പോൾ ഹരി പുഞ്ചിരിച്ചുകൊണ്ട് ജ്യൂസിന്റെ ഗ്ലാസ് എടുത്തിട്ട് ഒന്ന് ജസ്റ്റ് സിപ്പ് ചെയ്യാണ്. അവരെ തന്നെ നോക്കിക്കൊണ്ട് സിന്ധു നിൽക്കുന്നുണ്ടായിരുന്നു. അവൻ കുടിക്കുന്നത് പോലെ തന്നെ മെല്ലെ അവളും ഒന്ന് സിപ്പ് ചെയ്യുന്നുണ്ട്. പിന്നീട് ഹരി സിപ്പ് ചെയ്ത സമയത്ത് തന്നെ സിന്ധു വീണ്ടും സിപ്പ് ചെയ്യാണ്. ആ സമയത്ത് ഭൈരവി ആണെങ്കിൽ കാർത്തികേയനെ നോക്കുമ്പോൾ അവൻ ജ്യൂസ് ഗ്ലാസ് ഒറ്റയടിക്ക് കമഴ്ത്തുന്നതാണ് കാണുന്നത്. അത് കണ്ടപ്പോൾ തന്നെ ഭൈരവിക്ക് ദേഷ്യം വരുന്നുണ്ടായിരുന്നു. അപ്പോൾ അവൾ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്, പോത്തിന് കാടി വെള്ളം കൊടുത്തതുപോലെ എത്ര പെട്ടെന്നാണ് അവനത് വലിച്ചു കുടിച്ചതെന്ന് നോക്ക്. കാർത്തികേയൻ കുടിക്കുന്നത് ശ്രദ്ധിച്ചത് കൊണ്ട് തന്നെ സത്യരാജ് പറയുന്നുണ്ട്, കാർത്തികേയന് നല്ല ദാഹം ഉണ്ടെന്നാണ് തോന്നുന്നത്, ഒരു ഗ്ലാസ് ജ്യൂസ് കൂടി കൊടുക്കുന്നു. അയ്യോ വേണ്ട മാമ എന്ന് പറഞ്ഞിട്ട് അവനത് വിലക്കുവാണ്. പക്ഷേ ശാരദ അതൊന്നും കേൾക്കാതെ വീണ്ടും ജ്യൂസ് എടുക്കാൻ പോവാണ്. കാർത്തികേയനാണെങ്കിൽ പുഞ്ചിരിച്ചുകൊണ്ട് സമ്മതത്തിനാർത്ഥത്തിൽ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഭൈരവി മനസ്സിൽ ചിന്തിക്കാണ്, ഒരു ഗ്ലാസ് ജ്യൂസ് ഒന്നും ഇവന് മതിയാവുന്ന തോന്നുന്നില്ല, കാടി വെള്ളം കൊടുക്കുന്നത് പോലെ ബക്കറ്റിൽ കൊടുക്കേണ്ടി വരുന്ന തോന്നുന്നത്. പക്ഷെ ആ സമയത്തൊക്കെ ഹരിയാണെങ്കിൽ സിപ്പ് ചെയ്ത് മെല്ലെ കുടിക്കുകയാണ് ജ്യൂസ്. അതുപോലെ തന്നെ സിന്ധു ആണെങ്കിൽ അവരെ നോക്കി ആസ്വദിച്ചുകൊണ്ടാണ് ജ്യൂസ് കുടിക്കുന്നത്. അതേസമയം സ്നേഹയ്ക്കാണെങ്കിൽ ഒരു മനസ്സമാധാനവും ഇല്ല. അവൾ ഹോസ്പിറ്റലിൽ വെച്ച് അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകൊണ്ടേ ഇരിക്കുകയാണ്. ആ സിന്ധു അവൾ വിചാരിച്ചതുപോലെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. എല്ലാം അവളുടെ ഭാഗത്ത് തന്നെയാണ് വരുന്നത്. ഞാൻ വിചാരിച്ച ഒരു കാര്യവും നടക്കുന്നില്ല. ഒരു കാരണവശാലും ഇന്ന് അവൾ കരുതുന്നത് പോലെ ഹരി അവളുടെ വീട്ടിൽ തങ്ങാൻ അനുവദിക്കരുത്. ഞാൻ എന്തെങ്കിലും ചെയ്തേ പറ്റൂ. എന്തെങ്കിലും കാരണം കണ്ടെത്തി എങ്ങനെയെങ്കിലും ഹരിയെ ഇങ്ങോട്ടേക്ക് എത്തിക്കണം. എന്നിട്ട് വീണ്ടും അവൾ ഹരിയുടെ നമ്പറിലേക്ക് വിളിക്കുകയാണ്. സ്നേഹയാണ് വിളിക്കുന്നത് എന്ന് കണ്ടപ്പോൾ തന്നെ ഹരിക്ക് ദേഷ്യം വരുന്നുണ്ടായിരുന്നു. അവനാണെങ്കിൽ വീണ്ടും സത്യരാജിനോട് ഒരു നിമിഷം കോൾ ചെയ്യട്ടെ, പുറത്തേക്ക് പോട്ടെ ചോദിക്കുന്ന സമയത്ത് അയാൾ പറയാണ് ആ പൊയ്ക്കോന്ന്. അങ്ങനെ പുറത്തെത്തിയ സമയത്ത് ഹരി വീണ്ടും കോൾ എടുത്തിട്ട് കുറച്ചൊരു ഈർഷ്യയായിട്ടാണ് സംസാരിക്കുന്നത്. എന്താ സ്നേഹ, അത് പിന്നെ ഹരി ഞാൻ ഡിസ്റ്റർബ് ചെയ്യാണെന്ന് വിചാരിക്കരുത്. ഇന്ന് ഡാഡി ഒരു കോൺഫറൻസ് വെച്ചിട്ടുണ്ട്, നിനക്ക് വരാൻ സാധിക്കോ? ഇപ്പൊ വരാനോ? അതെന്താ ഹരി, നിനക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? അതല്ല സ്നേഹ, ഞാൻ ഇപ്പോഴാണ് സിന്ധുവിന്റെ വീട്ടിലെത്തിയത്. ഇപ്പൊ തന്നെ ഞാൻ ഇവിടെ നിന്ന് ഹോസ്പിറ്റലിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവർ പെട്ടെന്ന് തന്നെ ദമയന്തി വല്യമ്മയെ വിളിച്ച് കാര്യം പറയും. അത് കേട്ട് കഴിഞ്ഞാൽ ദമയന്തി വല്യമ്മയ്ക്ക് എന്നോട് ദേഷ്യം തോന്നും. ഒരു കാര്യമില്ലാതെ വല്യമ്മ ഞാൻ കാരണം സങ്കടപ്പെടും. പ്ലീസ് സ്നേഹ, നിന്റെ ഡാഡിയോട് പറഞ്ഞിട്ട് നാളത്തേക്ക് പോസ്റ്റ്പോൺ ചെയ്യാൻ പറയാമോ? തീർച്ചയായിട്ടും നാളെ ഞാൻ വരാം സ്നേഹ. അയ്യോ, നിനക്ക് മീറ്റിങ്ങിനേക്കാളും വലുതാണോ സിന്ധുവിന്റെ വീട്ടിൽ നിൽക്കുക എന്നുള്ളത്? അങ്ങനെയല്ല സ്നേഹ, എനിക്ക് വല്യമ്മയ്ക്ക് കൊടുത്ത വാക്ക് പാലിക്കണം. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീട്ടിൽ നിൽക്കുന്നത്. എപ്പോൾ നോക്കിയാലും വല്യമ്മ വല്യമ്മ എന്ന് പറഞ്ഞിട്ട് നിന്റെ ജീവിതം തന്നെ നശിപ്പിച്ചിട്ടാണ് നീ ഇപ്പോൾ നിൽക്കുന്നത്. സ്നേഹയ്ക്ക് ദേഷ്യം വരുന്നുണ്ടായിരുന്നു. എപ്പോഴാണ് നീ നിന്റെ വല്യമ്മ പുരാണം നിർത്തുന്നത്? അന്നേ നീ നന്നാവുള്ളൂ. എനിക്ക് സിന്ധുവിനെ കുറിച്ച് ആലോചിക്കുമ്പോഴല്ല ഇപ്പൊ പേടി തോന്നുന്നത്, നിന്നെ കുറിച്ച് ചിന്തിക്കുമ്പോഴാണ് പേടി തോന്നുന്നത്. അവൾ അതും പറഞ്ഞ് കോള് കട്ട് ചെയ്യാണ്. അകത്തേക്ക് കയറി ചെന്നപ്പോൾ സിന്ധു പറയുന്നുണ്ട്, ഡോക്ടർക്ക് ഒന്ന് ഫ്രഷ് ആവണമെന്നുണ്ടാവില്ലേ, എൻ്റെ റൂമിലേക്ക് പോയിക്കോ. എന്നിട്ട് സിന്ധു തന്നെ അവളുടെ മുറിയുടെ വാതിൽ അവന് തുറന്നു കൊടുക്കുകയാണ്. അവളുടെ മുറി വലിയൊരു മുറിയായിരുന്നു. അതിൽ ചുറ്റും നോക്കിക്കൊണ്ടിരിക്കെ സിന്ധു പറയുന്നുണ്ട്, കുട്ടിക്കാലത്ത് നമ്മൾ ഒന്നിച്ച് പഠിക്കുന്ന സമയത്ത് ഹരി ഡോക്ടർ ഒരു തവണ എൻ്റെ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഇപ്പോഴാണ് വരുന്നത്, അതും എൻ്റെ ഹസ്ബൻഡായിട്ട്. ഒരു ചെറിയ നാണത്തോടു കൂടിയാണ് അവൾ അത് പറഞ്ഞിട്ട് അവൻ്റെ മുഖത്തേക്ക് നോക്കുന്നത്. അത് മാത്രമാണ് ഹരിക്ക് താങ്ങാനാവാത്ത ഒരു കാര്യവും. അവനാണെങ്കിൽ അവളെ തന്നെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. അവിടെയാണ് ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യുന്നത്.